ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നാഷണൽ അപ്പോസ്റ്റോലിക് മീഡിയയുടെ അപ്പോസ്റ്റോലിക് ഡെയിലി മന്ന എന്ന ഈ മോർണിംഗ് ഡിവോഷനിൽ അല്പസമയം ദൈവവചനം ഷെയർ ചെയ്യുവാൻ ദൈവം തന്ന ഈ കൃപയ്ക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി ഒരു വചനഭാഗം വായിക്കുന്നു. 2 ദിനവൃത്താന്തം പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ തിരുവെഴുത്ത്. അനന്തരം ശലോമോൻ യെരൂശലേമിൽ തൻ്റെ അപ്പനായ ദാവീദിന് യഹോവ പ്രത്യക്ഷനായ മോരിയ പർവ്വതത്തിൽ യെബൂസ്യനായ ഒർന്നാന്റെ കളത്തിങ്കൽ ദാവീദ് വട്ടം കൂട്ടിയിരുന്ന സ്ഥലത്ത് യഹോവയുടെ ആലയം പണിയാൻ തുടങ്ങി. പ്രിയരെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒർന്നാന്റെ കളം എന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ്. എന്താണ് ഒർന്നാന്റെ കളം? അതിനെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത്? പ്രധാനമായ 3 വേദഭാഗങ്ങളിൽ ഈ ഒർന്നാന്റെ കളത്തെക്കുറിച്ച് വിശദീകരണമുണ്ട്. 2 ശമൂവേലിന്റെ പുസ്തകം 24-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വേദഭാഗങ്ങളിലും 1 ദിനവൃത്താന്ത പുസ്തകം 21-ാം അധ്യായം 18 മുതൽ 30 വരെയുള്ള വേദഭാഗങ്ങളിലും 2 ദിനവൃത്താന്തം 3-1 ഒർന്നാന്റെ കളത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഒർന്നാൻ എന്ന് പറയുന്ന വ്യക്തി ആരായിരുന്നു? ഏത് സമൂഹത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു? ഒർന്നാൻ എന്ന് പറയുന്നത് ആ വ്യക്തി യെബൂസ്യനായ ഒരു വ്യക്തിയായിരുന്നു. ജെറുസലേമിൽ പണ്ട് പാർത്തിരുന്ന ഒരു വിഭാഗക്കാരായിരുന്നു യെബൂസ്യർ. യെബൂസ്യരുടെ കയ്യിൽ നിന്നാണ് ദാവീദ് യെരുശലേം പിടിച്ചെടുത്ത് ഇസ്രായേലിന്റെ തലസ്ഥാനമാക്കുന്നത്. യെബൂസ്യരുടെ ആ കാലഘട്ടങ്ങളിൽ മോരിയ പർവ്വതത്തിൽ ദാവീദ് ഇസ്രായേൽ മുഴുവനും ബാധ കയറിക്കിടന്ന സമയത്ത് യഹോവയോട് പ്രാർത്ഥിക്കുവാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു യാഗപീഠം പണിയാൻ വേണ്ടി ഒർന്നാന്റെ കളം വിലയ്ക്ക് വാങ്ങി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്കറിയാം, കളം എന്ന് പറയുന്നത് വയലിലെ ഗോതമ്പ് കൊയ്തു കൊണ്ടുവന്ന് അതിനെ മെതിക്കുന്ന സ്ഥലത്തെയാണ് കളം എന്ന് പറയുന്നത്. അത് മെതിക്കുമ്പോൾ അതിൻ്റെ ഗോതമ്പും പതിരും വേർതിരിയുന്നത് പോലെ വേർതിരിച്ച് എടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കളം. കളത്തിൽ അത് വേർതിരിയപ്പെടുകയാണ്. ധാന്യം മെതിക്കുന്ന സ്ഥലമായിരുന്നു. എന്നാൽ ഈ ധാന്യം മെതിക്കുന്ന സ്ഥലം തന്നെ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ജെറുസലേം ദേവാലയം പണിയുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലമായി മാറി. ദാവീദ് ഈ സ്ഥലത്ത് യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിത് പ്രാർത്ഥിക്കുവാൻ ഇടവരുന്നു. ആ സമയത്ത് ഇസ്രായേലിന്റെ മേൽ ബാധിച്ചു കിടന്ന ബാധകൾ നിന്നുപോയി എന്ന് നമ്മൾ വായിക്കുന്നു. യാഗപീഠം പണിത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ബാധകൾ, ദേശത്ത് ബാധിച്ചിരുന്ന ബാധകളൊക്കെയും അതിൻ്റെ ബുദ്ധിമുട്ട് അവസാനിക്കാനിടയായി. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മുടെ മേൽ, നമ്മുടെ ദേശത്തിന് മേൽ, നമ്മുടെ കുടുംബത്തിന് മേലുള്ള ബാധകളെ നീക്കിക്കളയുവാൻ ഒരു യാഗപീഠം പണിയുന്ന പ്രാർത്ഥനയ്ക്ക് ഉപകരിക്കുവാനും ആ ദൈവിക പദ്ധതി നിലനിർത്തുവാനും കഴിയും. അതുകൊണ്ട് യാഗപീഠം എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ നാം അർപ്പിക്കപ്പെടുന്ന പ്രാർത്ഥനയാണ്. ശലോമോൻ ഈ ദേവാലയം പണിയുന്നതിന് മുൻപ് തന്നെ ദാവീദ് ഈ സ്ഥലം യെബൂസ്യരുടെ കയ്യിൽ നിന്ന് വിലയ്ക്ക് വാങ്ങുവാൻ ഇടവന്നു. എന്താണ് വിലയ്ക്ക് വാങ്ങുക എന്നുള്ള അർത്ഥം? ഒരുപക്ഷെ യെബൂസ്യർ അത് സൗജന്യമായി തന്നെ ദാവീദിന് കൊടുക്കുമായിരുന്നു. എന്നാൽ അദ്ദേഹം അങ്ങനെ അത് വാങ്ങിക്കുവാൻ തയ്യാറായില്ല. യഹോവയ്ക്ക് ആരാധന കഴിക്കുമ്പോൾ അത് വില കൊടുത്ത് തന്നെയുള്ള ആരാധനയാണ്. അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ വില കൊടുത്തു തന്നെ ആരാധിക്കണമെന്നുള്ള തൻ്റെ ആ നിലപാട് യെബൂസ്യനായ ഒർന്നാന് വില കൊടുത്തു തന്നെ ആ സ്ഥലം വാങ്ങിക്കുവാനായിട്ടിട വന്നു. പ്രിയരെ, നാം ദൈവത്തെ ആരാധിക്കുന്നത് വില കൊടുത്താണ്. വില കൊടുത്തുള്ള ആരാധന എന്ന് പറയുന്നത് അത് വലിയ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ വില കൊടുക്കുമ്പോൾ നമ്മുടെ സമയം, ത്യാഗം, സമർപ്പണം ഇതെല്ലാം അതിൻ്റെ ഭാഗമായി മാറുകയാണ്.
അതിന് വിശേഷതയുണ്ട്, അതിന് പ്രത്യേകതയുണ്ട്. അവിടെ ദൈവത്തിൻ്റെ മഹത്വമാണ് വെളിപ്പെട്ടു വരുന്നത്. നോക്കിയാട്ട് പ്രിയരെ, ഒർന്നാന്റെ കളത്തിൽ ഇതാ ഗോതമ്പ് മെതിക്കപ്പെടുമ്പോൾ നെല്ലും പതിരും വേർതിരിയുന്ന ആ സ്ഥലത്ത് പിന്നീട് ദൈവത്തിൻ്റെ ജെറുസലേം ദേവാലയം പണിയുവാനിട വരുന്നു. എന്താണ് ജെറുസലേം ദേവാലയത്തിൻ്റെ പണി? അവിടെ ദൈവത്തെ ആരാധിക്കുവാനും ദൈവവചനം കേൾക്കുവാനും ധാരാളം ജനം വന്നുകൂടുന്ന ഒരു സ്ഥലമാണ്. ആ വന്നുകൂടുന്ന സ്ഥലത്ത് ആത്മീയമായ ഒരു മെതിക്കളമായി മാറുകയാണ്. നെല്ലും പതിരും വേർതിരിയുന്നത് പോലെ ദൈവത്തെ അന്വേഷിച്ച് യഥാർത്ഥമായി വരുന്നവരും, കാര്യസാധ്യത്തിനായിട്ട് വരുന്നവരും, താൽക്കാലിക ലാഭത്തിന് വേണ്ടി വരുന്നവരും, കച്ചവടത്തിനായിട്ട് വരുന്നവരും, ഇങ്ങനെ പല പല ആൾക്കാർ അവിടെ നെല്ലും പതിരും പോലെ വേർതിരിയപ്പെടുന്നു. യേശു 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. ആ 12 പേരെ 3.5 വർഷം കൊണ്ട് നെല്ലും പതിരുമായിട്ട് കർത്താവ് വേർതിരിച്ചു. പതിർ അത് പിന്നീട് നെല്ലിൻ്റെ കൂടെ, നെൽമണിയുടെ കൂടെ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ കൂടെ നിലകൊള്ളുവാനായിട്ട് കഴിയുകയില്ല. പ്രിയരെ, മൂരിയ പർവ്വതത്തിൽ ഈ കളം സൃഷ്ടിക്കപ്പെടുമ്പോൾ അവിടെ ശക്തമായ കാറ്റുണ്ട്. ആ കാറ്റിൽ ഈ മെതിക്കുന്ന പതിരിനെ, ഗോതമ്പിൽ നിന്ന് വേർതിരിക്കുന്ന പതിരിനെ ഈ ശക്തമായ കാറ്റ് അടിച്ച് പറപ്പിച്ച് കളയുന്നു. അതുകൊണ്ട് ഗോതമ്പ് മണി മാത്രമേ അല്ലെങ്കിൽ നെൽമണി മാത്രമേ അവിടെ ശേഷിക്കപ്പെടുന്നുള്ളൂ. പതിര് പറന്നു പോവുകയാണ്. പുതിയ നിയമത്തിൽ ഒർന്നാന്റെ കളം സൃഷ്ടിക്കപ്പെടുന്നത് കർത്താവായ യേശുവിൻ്റെ ആ വീശുമുറത്തിലൂടെയാണ്. വീശുമുറം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ഗോതമ്പ് കളപ്പുരയെ ശേഖരിക്കുകയും പതിർ കെടാത്ത അഗ്നിയിലിട്ട് ചുട്ടുകളയും ചെയ്യുന്ന അധികാരമുള്ളവനായി ക്രിസ്തു വെളിപ്പെടുന്നു. ഗോതമ്പും പതിരും വേർതിരിയുന്നത് പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ വേർതിരിയപ്പെടുകയാണ്, ശുദ്ധീകരിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഗുണമുള്ള നെൽമണിയായി നാം തീരുന്നതിന് വേണ്ടി ഏറ്റവും വിശേഷതയേറിയ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ച് പുഷ്ടി പ്രാപിച്ച് ആത്മീയമായ പക്വത പ്രാപിച്ച് ദൈവകൃപ പ്രാപിച്ച് നാം മുന്നേറുന്നെങ്കിൽ നാം ഗോതമ്പ് മണി പോലെ ശേഖരിക്കപ്പെടുന്ന, കളപ്പുരയിൽ ശേഖരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമായിട്ട് മാറുകയാണ്. പ്രിയരെ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഒർന്നാന്റെ കളത്തിൽ അവിടെ മെതിക്കപ്പെടുന്ന ആ ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം സൃഷ്ടിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഈ കേൾക്കുന്ന വചനപ്രകാരം നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ സന്നിധിയിൽ വിലയുള്ള ആ ധാന്യമണികളായി തീരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഞാനൊരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയും കാരുണ്യം ഇന്ന് ഈ ജനത്തിൻ്റെ കൂടെ ഇരിക്കുമാറാകട്ടെ. ഒർന്നാന്റെ കളത്തിൽ മെതിക്കപ്പെടുന്ന ആ ധാന്യമണികൾ പോലെ ഗുണമുള്ള, ഫലമുള്ള, ശേഖരിക്കപ്പെടുന്ന ആ അർത്ഥവത്തായ വിശേഷതയുള്ള നെൽമണികളായി ദൈവത്തിൻ്റെ നാമത്തിൽ ഓരോരുത്തരും തീരുവാൻ കർത്താവ് സഹായിക്കണമേ. ദൂതന്മാർ കാവലായിരിക്കട്ടെ. എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ.